മെയിൽ ലീഡ്സ് ആയിട്ടുള്ള വാഴകളുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ചു നിന്ന കുറച്ച് ഫീമെയിൽ ലീഡ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? അവരെ കാണണ്ടേ? ശ്രുതി മണികണ്ഠൻ, സിയ ആൻഡ് മീനാക്ഷി. ബോയ്സ് ആയിട്ടുള്ള വാഴകളെ കുറിച്ച് മാത്രമാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഇടയിൽപ്പെട്ടു പോകുന്ന ഒരു 3 പെൺകുട്ടികളുടെ കഥ കൂടി ഇതിലുണ്ട്. അപ്പൊ അതുകൂടി നമ്മൾ ഗേൾസിന് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും പോയി കാണില്ലേ? താങ്ക് യു. അടുത്ത സിയ. ഹലോ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വുമൻസ് കോളേജിലാണ് പോയത്. അപ്പൊ എല്ലാവർക്കും വരാൻ ഭയങ്കര ഹലോ. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ ഇങ്ങനെ മിക്സഡ് കോളേജ് വന്നപ്പോഴാണ് നമ്മളെപ്പോലുള്ള ഗേൾസിന് കുറച്ചും കൂടെ ഹരായത്. നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും എന്താ പറയുക, പവർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയുക, എനർജിയിൽ നിന്നു. അപ്പോൾ August 15 പോയി കാണും. OTT വന്നപ്പോൾ കാണാതിരിക്കരുത്, തിയേറ്ററിൽ തന്നെ പോയിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യാൻ കാണും. അത്രയൊക്കെയല്ലോ. വരൂ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു കൂട്ടത്തിൻ്റെ കൂടെ എല്ലാവരും ഫെമിലിയർ ആണ്. ഞാൻ കുറച്ച് അൺഫെമിലിയർ ആയിരിക്കും. എൻ്റെ പേര് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ. ഞാനിതിനകത്തൊരു ടോം ബോയ്ഷ് പരിപാടിയാണ് ചെയ്യുന്നത്. ഒരു മുടിയൊക്കെ മുറിച്ച് ഇവർ കാരണമാണ് എൻ്റെ മുടി പോയത്. എനിക്ക് അത്യാവശ്യം ലോങ് ഹെയർ ഒക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോ വാഴ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് എന്ന കഥ പറയുന്ന ഒരു POV, ബോയ്സിന്റെ POV പറയുന്ന ഒരു കഥയാണെങ്കിലും എല്ലാ ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ആയിരിക്കും. അപ്പൊ എല്ലാവരും ഫാമിലി ആയിട്ട് ഫ്രണ്ട്സും ആയിട്ട് പോയിട്ട് August 15 കാണോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അവളന്മാരുടെ ഭാഷയിൽ പറഞ്ഞ ഞാനും ഒരു ഇൻട്രോവേർട്ടാണ്. അതുകൊണ്ട് എന്റെ വായിൽ നല്ല വെള്ളി വീട് പോയി കഴിഞ്ഞാൽ ഊക്കല്ലറ കുഞ്ഞുമക്കളെ. അല്ല, സാഫും സിജും ഞങ്ങളെ വാഴകളുടെ പകുതി വരുമില്ല. അമിത്തും ജോമോനും മാത്രമേ ഉള്ളൂ. അനുരാജു, സിജു, സാഫ്, ആശുരുടെയും ആരുമില്ല. അപ്പോൾ പറയാനുള്ള ഇത്രയാണ്. August 15 ഞങ്ങളുടെ പടം റിലീസാണ്. നമ്മളുടെ ഓരോരുത്തർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ മൊമെന്റ്സും കുറേ കാര്യങ്ങളൊക്കെ ഉള്ള സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. സംസാരിക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഈ പറഞ്ഞത് 15-ാം തീയതി പടം ഇറങ്ങും, എല്ലാവരും കാണണം. പിന്നെ എനിക്ക് ബാറ്റലിനെ കുറിച്ച് എനിക്ക് പറയുമ്പോഴത്തേക്ക് ഓർക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ചേട്ടൻ ഇവിടെയാണ് പഠിച്ചത്. ചേട്ടൻ എനിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ 7ാം ക്ലാസ്സിൽ എന്തോ ആണ്. അപ്പോൾ പണ്ട് അവനെ കൊണ്ടുവിടാനൊക്കെ വരുമ്പോഴാലും നമുക്ക് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കോളേജ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ. കയറാനൊന്നും ചോദിച്ചാൽ കയറ്റാനൊന്നും സമ്മതിച്ചില്ല. ഇപ്പൊ ചേട്ടൻ എന്തെങ്കിലും എന്റെ വീഡിയോ കാണാണെങ്കിൽ ഓർത്താൽ ഞാൻ കയറാനായിട്ട് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ വാഴ ഒരുപാട് പേരുടെ ശ്രമമാണ്. ഉറപ്പായിട്ടും 15-ാം തീയതി കാണണം. ആനന്ദവൻ എന്താ കണ്ട ആരാത് കണ്ണാടി ഇടണോന്നാ? അതെന്താ എന്തായാലും 15-ാം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ അടിപൊളി എനർജിയാണ്. ഇതേപോലെ ഉറപ്പായിട്ടും ഈ എനർജി നിങ്ങൾ തിയേറ്ററിലും ഉറപ്പായിട്ടും കാണണം. പിള്ളേരുടെയും അച്ഛന്മാരുടെയും സിനിമയാണ്. പിള്ളേർ മാത്രമല്ല, അച്ഛന്മാരും ഇതിനകത്ത് ഭയങ്കര കാര്യം പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൺവേ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഞാൻ 4 വരി അതിനെ പാടാൻ പോവുകയാണ്. കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിൽ